ആതിര, ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എവിടെയോ മുങ്ങിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാനില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ കണ്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുക്കാതെയായപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിച്ചിരുന്ന കാര്യം അത് തന്നെയായിരുന്നു. നിയമസഭയിലേക്ക് ഒരു സീറ്റ് മാറ്റിവെച്ചത് കൊണ്ടാണോ CPM ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകാതിരുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സീറ്റ് നൽകൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടാകുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കൈവിട്ടു പോകാൻ കാരണം മേയറൂട്ടിയാണ് എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ചർച്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ എന്തായിരിക്കും ഇനി ആര്യ രാജേന്ദ്രന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ആര്യ രാജേന്ദ്രൻ നിലവില് രാഷ്ട്രീയ വനവാസത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CPM ബന്ധപ്പെട്ട യാതൊരുവിധ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലും ആര്യ രാജേന്ദ്രന്റേതായിട്ടുള്ള നിലപാടുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോ മേ ബി ഈ തലസ്ഥാനത്തെ ആ ഒരു തോൽവി സാധാരണ പാർട്ടിയുടെ ഒരു രീതിയാണ്. ഒരു മണ്ഡലം കൈവിട്ടുപോയി, മൊത്തത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ ഒരു പഠനം നടത്തുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. തദ്ദേശം കഴിഞ്ഞിട്ട് ഗോവിന്ദ മാസ്റ്ററും പിണറായി വിജയനൊക്കെ പറഞ്ഞ കാര്യമാണ്, പാർട്ടി ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയാണ്, എന്തുകൊണ്ടാണ് തോൽവി ഉണ്ടായതെന്നുള്ളൊരു നിരീക്ഷണം നടത്തും. ആ ഒരു നിരീക്ഷണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തുകൊണ്ടാണ് തലസ്ഥാനം കൈവിട്ടു പോയതെന്ന്. അവരെ പഠിച്ച് തീരുമ്പോഴത്തേക്ക് നിയമസഭയും കഴിയും, ഈ പറയുന്ന തലസ്ഥാനം UDF പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇതിനകത്തിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അഹങ്കാരം അല്ലെങ്കിൽ ഈ അധികാരം തലക്കി പിടിച്ച ഒരു മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. അതൊരു സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കുട്ടി ആയതുകൊണ്ടോ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഇപ്പൊ 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിൽ മേയർ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ അന്ന് വലിയ സ്റ്റാർ കാൻഡിഡേറ്റ് ആയി ഉയർത്തി കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്യ, അവരുടെ പ്രായം വെച്ചുകൊണ്ട്. പക്ഷെ തോൽവി വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ആര്യയെ മാത്രം കുറ്റം പറയുന്നത്? ആര്യ ഒരു മേയറായി അവിടെ തുടർന്നിരുന്നുവെങ്കിൽ അവർക്ക് താഴെ ഒരുപാട് കൗൺസിലർമാരുണ്ടായിരുന്നു, അവർക്ക് മുകളിൽ MLA ഉണ്ടായിരുന്നു. അതായത് എല്ലാ തരത്തിലും ഒരുപാട് ആളുകൾ മുകളിലും താഴെയും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും തെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കൈവിട്ടു പോകുമ്പോൾ മാത്രം എങ്ങനെയാണ് ആര്യയുടെ മാത്രം തെറ്റായി അത് മാറുന്നത് എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. അത് നേതൃത്വത്തിന്റെ ഒരു വലിയ രീതിയിലൊരു പിഴവ് തന്നെ ഉണ്ടായിരുന്നു. ആര്യ വന്ന സമയത്ത് വളരെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പല തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്തിലാണെങ്കിലും ഇപ്പൊ മേയറുടെ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഈ യദു കൃഷ്ണൻ എന്ന് പറയുന്ന ഡ്രൈവറുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഈ നമ്മൾ ഈ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി കാറിൽ റേസ് വന്ന് നിന്ന് ഈ പറയുന്ന പുള്ളിനെ പിടിച്ചിറക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇവർക്കെതിരെ എന്ന് വെച്ചാൽ ചെന്ന് റേസ് ചെയ്ത തിരുവനന്തപുരം തലസ്ഥാനത്തൂടെ അത്രയും സ്പീഡിൽ മേയറിന്റെ കാറ് പറന്നു വന്ന് സിനിമാറ്റിക് സ്റ്റൈലില് ഒരു സാധാരണക്കാരനെ അധികാരത്തിന്റെ ആ ഒരു കൊമ്പ് കൊണ്ട് പിടിച്ചെടുക്കുന്ന മേയറെ വീണ്ടും നമ്മൾ കേസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മേയറിനെ എന്തെങ്കിലും ചോദ്യമെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ യദു കൃഷ്ണനെതിരെ കേസ്, മേയറെ അധിക്ഷേപിച്ചു എന്ന രീതിയിലേക്കൊക്കെയാണ് കേസുകളൊക്കെ പോകുന്നത്. ഇത് കാണുന്ന സമയത്ത് അരിഹാരം തിന്നുന്ന ഏതൊരു മനുഷ്യനും തോന്നും അധികാരം തലയ്ക്ക് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ഈ പറയുന്ന മേയർ കാണിച്ചു കൂട്ടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ CPM പോലെ ഒരു പാർട്ടി അല്ലെങ്കിൽ LDF പോലെ ഒരു മുന്നണി അവിടെ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഏതൊരാളും ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു അണി ആയിക്കോട്ടെ, ഏറ്റവും മുകളിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായത്തോടു കൂടി മാത്രമാണ് പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ചെറുതു മുതൽ വലുതുവരെ എല്ലാം അങ്ങനെ തന്നെ. ആര്യയുടെ കാര്യം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടായിരിക്കാം ഇവർ ആര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തുന്നത്? ഒരുപക്ഷെ ആര്യ ചെയ്യുന്നതെല്ലാം തന്നെ ഇവർ അറിയാമായിരുന്നിരിക്കാം. ഈ പറയുന്ന യദുവുമായുള്ള പ്രശ്നമായിക്കോട്ടെ, അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ കുളത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, എന്തെടുത്ത് നോക്കിയാലും എല്ലാത്തിലും അഴിമതിയും എല്ലാത്തിലും പണം മുക്കുന്ന ഒരു സാഹചര്യം ഈ തിരുവനന്തപുരം ഈ പറയുന്ന തലസ്ഥാന നഗരത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണിക പോലും വികസനമില്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ CPMന്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു വിഭാഗം അഭിപ്രായത്തിന്റെ പുറത്താണ് ആര്യ രാജേന്ദ്രനെ മേയർ ആക്കുന്നത്. അപ്പോൾ ആര്യ മേയർ ആയതിനു ശേഷമാണെങ്കിലും ആര്യക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആര്യ എന്ന് പറയുന്ന ഒരു തൃപ്തിയുള്ള ഒരു മേയർ ആയിരുന്നില്ല. കാരണം നമ്മള് ജോയി എന്ന് പറയുന്ന ഒരു ക്ലീനർ, ശുചിത്വ തൊഴിലാളി, ഈ പറയുന്ന ഈ മഴക്കാലത്ത് ആ ഒരു സമയത്ത് പുള്ളി ഈ റെയിൽവേ വേസ്റ്റുകളൊക്കെ ക്ലീൻ ആക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ നോക്കുമ്പോൾ റെയിൽവേയും മേയറും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. അവിടം വരെ ഒന്ന് പോയി നോക്കാനുള്ള ഒരു അന്തസ് പോലും ഈ പറയുന്ന മേയർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. പക്ഷെ ഓക്കെ, നിങ്ങളുടെ പരിധി വരുന്നതല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഈ റെയിൽവേ വേസ്റ്റ് വാരുന്നതാണ് നിങ്ങളുടെ ജോലിയല്ല, സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ തലസ്ഥാന പരിധിപ്പെടുന്ന ഒരാളല്ലേ മരിച്ചത്, അവിടം വരെ പോകാനുള്ള അങ്ങനെ ഒരു കാര്യം, ഒരു മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, കാരണം അതെല്ലാം രാഷ്ട്രീയപരമായാണ് കാണുന്നത്. അങ്ങനെ പോരടിക്കുന്ന ഒരു മേയറിനെ നമ്മൾ അപ്പോഴാണ് കണ്ടത്. മുഴുവൻ തെറ്റും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കെട്ടിക്കൊടുത്ത് ഞങ്ങളുടെ ഓടകളൊക്കെ ക്ലീൻ ആണ്,
പുള്ളി മരിച്ചത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, അതിന്റെ മരണം നമ്മള് അല്ലെങ്കിൽ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കില്ല, അങ്ങനെ പറയുന്ന ഒരു മേയറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന വീടുകൾ സന്ദർശിക്കാനുള്ള ഒരു മാനസികാവസ്ഥ മേയർ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന തലസ്ഥാനത്തെ എല്ലാവരും ജനങ്ങൾ തന്നെയല്ലേ, ജനങ്ങൾ അങ്ങനെ കൈവിട്ട് കളയത്തില്ല. ഇത്തരത്തിലുള്ള എമ്പതികളൊക്കെ ഏറ്റവും വർക്കൗട്ട് ആവുന്നത് ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ റൂട്ട് ജനങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു റൂട്ട് വർക്കിന് മേയർ ശ്രമിച്ചിട്ടില്ല. ഇത്രയും വർഷമായിട്ട് അവിടെ വെറുതെ കുത്തിയിരിക്കുകയായിരുന്നു. ഒരുപാട് അദാലത്തുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. നമ്മൾ എപ്പോഴും ആര്യ രാജേന്ദ്രനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അറിയുന്നത് മേയർ അദാലത്തിലാണ്. രാവിലെ 8 മണി മുതൽ അല്ലെങ്കിൽ രാത്രി വരെ 9 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന അദാലത്തുകളിലായിരുന്നു മേയർ. പക്ഷേ ഇത്രയധികം അദാലത്തുകൾ നോക്കി അല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടും എന്തുകൊണ്ടായിരിക്കും ആര്യ രാജേന്ദ്രൻ അത്ര വലിയൊരു തോൽവി? ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. ഞാൻ അറിഞ്ഞ സമയമൊക്കെ ഈ പറയുന്ന മേയർ അദാലത്തുകളിലായിരുന്നു, ജനങ്ങളോടൊപ്പം ആയിരുന്നു, ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട്, അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒഴിവായതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അത്രത്തോളം ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ BJPക്ക് തന്റെ തലസ്ഥാനം കൈമാറുന്ന എന്ന് വെച്ചാൽ വെച്ച് കൈമാറുകയാണ്. ഇത്രയും നാളും വിശ്വാസതയോടെ CPM നിങ്ങളെ ഏൽപ്പിച്ച ഒരു കസേര. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, തലസ്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അങ്ങനെ ഒരു പദവിയാണ് പലപ്പോഴും ഈ പറയുന്ന മേയർ എന്ന് പറയുന്ന പരിവേഷത്തിന് കൊടുക്കുന്നത്. അതിപ്പോ കൊച്ചി മേയർ ആണെങ്കിലും ശരി, കോഴിക്കോടാണെങ്കിലും ശരി, ഒരു പിതാവിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നഗരത്തെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് മേയറിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏൽപ്പിച്ച ഒരു തലസ്ഥാനത്തെ നിങ്ങളോടെ തന്നെ BJPക്ക് കൈമാറും. ആര്യ രാജേന്ദ്രൻ അത് കൃത്യമായി എങ്ങനെയാണ് തന്റെ കയ്യിൽ കിട്ടിയത് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്, തിരിച്ചല്ല മറിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതെ, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം സംസ്ഥാനം ഒട്ടാകെ തന്നെ CPMന്റെ പല CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള അഴിമതികളും പുറത്തു വന്നൊരു കാലഘട്ടമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കേട്ടൊരു കാര്യമാണ് ഈ പറയുന്നത് പോലെ ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തമാശ രൂപേണ ചോദിച്ചൊരു ചോദ്യമാണ്, ഇനി എങ്ങനെയാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ആര്യയുടെ കളികൾ കാണാൻ സാധിക്കുമോ എന്നുള്ളത്. അവിടെയും ആര്യയെ കുറിച്ച് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഈ ഒരു 5 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തോടു കൂടി തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് ആര്യയെ ലേബിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഈ തദ്ദേശ സമയത്ത് കുറെ അധികം നമ്മൾ കണ്ടാണല്ലോ ഈ പറയുന്ന 20 തൊട്ട് 25 വയസ്സിന്റെ അകത്തുള്ള കുട്ടികളൊക്കെ മത്സര രംഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ രംഗത്തേക്ക് വരുന്ന സമയത്ത് അടുത്ത ഒരു മേയർ ആകുമോ, CPMന്റെ മേയർ ആകുമോ, ക്രെഡിറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അടുത്ത ഒരു പ്രായം കുറഞ്ഞ അതൊരു ഇൻട്രൊഡ്യൂസ്ഡ് ആയിരുന്നു, അതൊരു ട്രെൻഡ് ആയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇനി നിയമസഭയിൽ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ, ഒരു ആര്യ രാജേന്ദ്രനാണോ ഈ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വോട്ട് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ CPMന്റെ ഏത് രീതിയിലാണ് നേതൃത്വ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് പോലും ഒരു ധാരണയില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഏറ്റവും കൂടുതൽ മോശത്തരം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ അപ്രീതി നേടിയിട്ടുള്ള നേതാക്കന്മാരെ ഒന്നും മണ്ഡലത്തിൽ നിന്നും നാട് കടത്തുന്നത് വല്ല സ്ഥിതിയായിരിക്കും. അതുകൊണ്ടായിരിക്കും തലസ്ഥാനത്ത് നിന്നും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും ഒക്കെ ചേക്കേറുന്നത്. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പണ്ടിയും ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേതാക്കന്മാരൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സമരങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കല്ലേറ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സമര പോരാട്ടങ്ങളുടെ ഇടയിൽ ഒളിവിൽ പോയി താമസിക്കും. കാരണം തട്ടകങ്ങളിലായിരിക്കും പോയി ഒളിവിൽ താമസിക്കുന്നത്. അതേ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ ഇറക്കി കസേരയിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന ആൾക്കാരൊക്കെ നേരെ അവരുടെ തട്ടകങ്ങളിലേക്ക് പോവുക. ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസുകളിൽ എങ്ങനെയെങ്കിലും പോയി മത്സരിച്ച് ജയിക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പതുക്കെ മന്ത്രിസഭയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ആര്യ രാജേന്ദ്രൻ വരുന്നത്. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി, ഏറ്റവും ചേരുന്നത് ചിലപ്പോൾ ഗതാഗത മന്ത്രി സ്ഥാനമായിരിക്കാം. ഇവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സ്ഥാനത്തേക്കൊക്കെ വരികയാണെങ്കിൽ അതൊന്നും നമുക്ക് അത്ഭുതം കാണാനില്ല. അതും ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കും. അന്നും CPM പറയും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ തന്നെ ഞങ്ങൾ മന്ത്രി പദവിയിലേക്ക് എത്തി, അവൾ മികച്ച ഒരു മേയർ ആയിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങൾ ഈ മന്ത്രിസ്ഥാനം നൽകിയത്. ഒന്ന് ആലോചിച്ചു, അടുത്ത ആരോഗ്യമന്ത്രിയായിട്ട് ആര്യ രാജേന്ദ്രനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ CPMന്റെ ഒരു സർപ്രൈസ് പരിവേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ആര്യയുടെ പേര് പോലും തലസ്ഥാനത്ത് കേൾക്കുന്നില്ല. അന്ന് ഈ പറയുന്ന ഇലക്ഷൻ തദ്ദേശ സമയത്ത് ഒരുപാട് ആര്യയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആര്യ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു, പാർട്ടി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടായിരിക്കാം, പൊതുവിടങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടാത്ത. ഇപ്പോൾ CPM പൂർണ്ണമായും ആര്യ രാജേന്ദ്രൻ മാറ്റി നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ആര്യയിൽ തന്നെ ചെന്ന് നിൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പല പരിപാടികളിലും ആര്യ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം. അത് ഇപ്പോഴെന്നല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അവർ മേയറായി തുടരുന്ന സമയത്ത് പോലും അവരെ പല പരിപാടികളിലും പങ്കെടുപ്പിച്ചിട്ടില്ല. യദു കൃഷ്ണന്റെ ഒരുപാട് ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇവര് തലസ്ഥാനത്ത് നിങ്ങളുടെ മേയർ പദവിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും അവിടെ അല്ലെങ്കിൽ ഈ ഒരു മത്സരം നടക്കുന്ന ഒരു സമയത്ത് പോലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും യദു കൃഷ്ണന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ആണെങ്കിലും ആ സമയത്തായിരുന്നു പുള്ളിക്കാരത്തെ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന, പുള്ളിക്കാരന് മാത്രം എതിരെ കേസ് വന്നൊരു സാഹചര്യം വന്നത്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ ബസ് കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഓട്ടോ ഡ്രൈവേഴ്സ് ആണെങ്കിലും ഇപ്പൊ ആശാ വർക്കർമാരുടെ സമയം തൊഴിലാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഇപ്പൊ ഒരാളെയാണ് വേദനിപ്പിച്ചതെങ്കിൽ അവർ ഒന്നടങ്കം അവരെ മറ്റു ആൾക്കാർക്കെതിരെ നിൽക്കും. അതാണ് ശരിക്കും തലസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ യദു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയല്ല അവിടെ ഈ പറയുന്ന പോരെടുത്തത്. അത് ഒരു വിഭാഗത്തോളം ആൾക്കാരാണ് അതിനെതിരെ ഈ പറയുന്ന ആര്യക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ CPM പോലും ആര്യയെ ഇടയ്ക്ക് താക്കീത് കൊടുക്കുന്ന ഒരു സാഹചര്യം അകത്ത് നടന്നിട്ടുണ്ട്. പുറമേ വന്നവർ സപ്പോർട്ട് ചെയ്താലും അകത്ത് ഈ പറയുന്ന അങ്ങനെ ഒരു കാരണം ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരു മണ്ഡലങ്ങളാണ്, ഏറ്റവും ഈ പറയുന്ന നേതാക്കന്മാരുള്ള ഒരു മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ പോയി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാർട്ടിയെ പ്രതിരോധത്തിലാകുമെന്നൊരു താക്കീത് കൊടുത്തു. പ്രതിരോധത്തിലായി BJPയുടെ കൈയിലേക്ക് ആര്യ രാജേന്ദ്രൻ സ്ഥലം കൊടുത്തു. ഇനിയിപ്പോ മത്സരിക്കാൻ എന്തെങ്കിലും ഇടം വേണമെങ്കിൽ കണ്ണൂരായിരിക്കാം ആര്യ മത്സരിക്കാൻ പോകുന്നത്. കണ്ണൂര് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ഇവർക്ക് വോട്ട് ഷെയർ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രൻ നിന്ന് ആ ഒരു മണ്ഡലം അല്ലെങ്കിൽ അവിടെ MLA സീറ്റിംഗ് ആയിട്ട് ഇരിക്കുമായിരിക്കും.